ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ ബിലാൽ. ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷ ഓൺലൈൻ ആക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിലെല്ലാം വന്ന ഒരു വാർത്തയാണിത്. ഈ വാർത്തയുടെ തലക്കെട്ടും മറ്റും വാട്സപ്പിൽ പ്രചരിക്കുകയും ഒരുപാട് കുട്ടികൾ ഇത് കണ്ട് ഭയങ്കരമായിട്ട് പാനിക് ആവുകയും ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഒക്കെ എല്ലാ തുഗ്ലക്ക് പരിഷ്കാരങ്ങളും അടിച്ചേൽപ്പിക്കുകയും അത് പരീക്ഷിക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു ബാച്ചാണ് ഈ വർഷത്തെ +2 ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഈ +2 എഴുതുന്നതിൻ്റെ കൂടെ എഴുതുന്ന ഈ ഒരു സമയത്ത് എഴുതുന്നതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഇപ്പോൾ ചെയ്യുക? ഇനിയിപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ കൂടെ ഓൺലൈനിൽ നമ്മൾ എന്താ പറയുക, കെമിസ്ട്രിയിലെ ടൈട്രേഷൻ റിയാക്ഷനൊക്കെ ഉണ്ടല്ലോ, ടെസ്റ്റ് ട്യൂബൊക്കെ ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ തിരിച്ചു മറിച്ചു വിട്ട് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് കുട്ടികൾക്ക് കാര്യമായിട്ടുള്ള കൺസേൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും സാറേ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നൊക്കെ എജുപോർട്ടിലേക്കൊക്കെ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ ഈ വാർത്ത ശരിക്കും ഒന്ന് അനലൈസ് ചെയ്തു. നമ്മൾ ഈ വാർത്ത അനലൈസ് ചെയ്യുകയും ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇതിനകത്ത് പേടിക്കേണ്ട, വളരെ പ്രധാനപ്പെട്ട, കുട്ടികൾ പ്രതിഷേധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ വാർത്തക്കകത്ത് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹയർ സെക്കൻഡറിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഒരു 2-3 വർഷത്തിലധികമായിട്ട് മാത്സിലും മറ്റും പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെയാണ് പരീക്ഷ എഴുതുന്നത്. പക്ഷേ ആ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ അധ്യാപകർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ആ സെറ്റുകളിൽ നിന്ന് ഏത് നടത്തണമെന്ന് നമ്മുടെ അധ്യാപകർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കിട്ടുകയും ആ ഓഫ്ലൈനായി കിട്ടുന്ന പേപ്പർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതുകയും ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു മാത്സിലെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെയും ഇനിയിപ്പോൾ സയൻസ് അല്ലാത്ത കുട്ടികൾക്ക് അക്കൗണ്ടൻസിയിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അത് മാറാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അധ്യാപകർക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ലാബിൽ കയറി, നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിനകത്ത് നിങ്ങളുടെ റോൾ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ, നിങ്ങളുടെ പരീക്ഷ കിട്ടുന്ന നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി കിട്ടും. ചോദ്യങ്ങളുടെ പാറ്റേൺ ഒക്കെ മുൻ വർഷങ്ങളിൽ അതേപോലെ തന്നെയാണ്. 6 ചോദ്യങ്ങൾ കിട്ടും, അതിൽ നിങ്ങൾ 4 എഴുതിയാൽ മതി, അതിലൊന്നും മാറ്റമില്ല. പക്ഷേ ചോദ്യങ്ങൾ വളരെ റാൻഡമായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ചോദ്യങ്ങൾ റാൻഡായിട്ട് കിട്ടുമ്പോൾ എന്താ, നമ്മുടെ അധ്യാപകർക്ക് ആ ഒരു രീതിയിൽ ചോദ്യപേപ്പർ നമുക്കൊന്ന് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പരീക്ഷ വലിയ ടൈറ്റൊന്നും ആവുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ആ ഒരു അൺസർട്ടനിറ്റി അവിടെ ഉണ്ടാവും. അതല്ല പ്രശ്നം. അതിനപ്പുറമുള്ള വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സർക്കാർ കാര്യമായിട്ട് ഇപ്പോൾ ഒന്നും പറയാതെ വെച്ചിട്ടുള്ള, നമുക്ക് കൃത്യതയില്ലാത്ത ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി കമ്പ്യൂട്ടറിനകത്ത് അവൻ്റെ റോൾ നമ്പർ അടിച്ച് രജിസ്റ്റർ ചെയ്താണ് പരീക്ഷ എഴുതുന്നത് ഓൺലൈനിൽ. അങ്ങനെ എഴുതുമ്പോൾ ആ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എങ്ങാനും ആ സമയത്ത് നിലച്ചു പോയാൽ, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഈ കുട്ടിയുടെ പരീക്ഷ ക്യാൻസലാവൂലേ? ഇങ്ങനെ ക്യാൻസലായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേറെ പരീക്ഷ എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ കുട്ടിയുടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, പരീക്ഷയുടെ നടുവിൽ വെച്ച് കട്ടായി പോയാൽ പിന്നീട് ആ പരീക്ഷ പൂർണ്ണമായിട്ട് എഴുതാൻ പറ്റുമോ? കട്ടായതിൻ്റെ ശേഷമുള്ളത് എഴുതാൻ പറ്റുള്ളൂ? ഈ വക കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു ക്ലാരിഫിക്കേഷനും ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ പല അധ്യാപക സംഘടനകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിനിസ്റ്റർക്ക്, ഇതിപ്പോൾ ഹിന്ദുവിലൊക്കെ വാർത്തയാണ്, മിനിസ്റ്റർക്കൊക്കെ നിവേദനങ്ങളും മറ്റും കൊടുത്തിട്ടുണ്ട്. കാരണം പല സ്കൂളുകളിലും കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്ത ലാബുകളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത്തരം സ്കൂളുകളിൽ അവിടെ ലഭ്യമായിട്ടുള്ള ജാമ്പവാൻ്റെ കാലത്തെ കമ്പ്യൂട്ടർ ആയിരിക്കും. അപ്പോൾ അതുപയോഗിച്ച് ഈ സോഫ്റ്റ്വെയർ മറ്റും വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്അലൈൻമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി പ്രശ്നത്തിലാവും. അതിനപ്പുറത്ത് മാനസികമായിട്ടൊരു കുട്ടി പരീക്ഷ ഒരിക്കൽ എഴുതി വീണ്ടും എഴുതാൻ പോകേണ്ടി വരികയാണ്, അല്ലേ? കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം കാരണം കുട്ടി വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരികയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇനി അതിൻ്റെ അപ്പുറത്ത് പല സ്കൂളുകളിലും എണ്ണത്തിനനുസരിച്ച് കമ്പ്യൂട്ടർ മറ്റൊന്നുമില്ല. അപ്പോൾ ഈ കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിച്ച് പരീക്ഷ നടത്തുന്ന സമയത്ത് എത്ര കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും, എത്ര സമയം എടുത്ത് ഈ പരീക്ഷ നടത്താൻ പറ്റും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ ഒരു പരീക്ഷ ഇങ്ങനെ ഓൺലൈനിൽ നടത്തുന്നതിന് മുമ്പ്
അവരൊരു ട്രയൽ റണ്ണ് നടത്തും, ഒരു ട്രയൽ പരീക്ഷ ഒക്കെ നിങ്ങൾക്ക് നടത്താൻ പോവുകയാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രയലൊക്കെ നടത്തി അത് വിജയിച്ചാലേ ഇങ്ങനെ ഒരു ഓൺലൈനിലേക്ക് മാറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ഓൺലൈനിൽ പരീക്ഷ നടത്തുന്നതൊക്കെ നല്ലത് തന്നെ, ഓൺലൈനിൽ ക്വസ്റ്റ്യൻസ് വരുന്നതും നല്ലത് തന്നെ. കാരണം റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാണ്, പരീക്ഷയിൽ കോപ്പി അടിക്കുന്നതും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തടയാൻ ചെയ്യാണ് ഒക്കെ നല്ലത്. അപ്പോൾ ഞങ്ങൾ MBBSകാരുടെ ഒക്കെ പരീക്ഷ അങ്ങനെ തന്നെയാണ്. ഫൈനൽ സമയമാകുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈനിൽ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആർക്കും ഒന്നും കോപ്പി അടിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാനോ അതിനൊക്കെയുള്ള സാധ്യത കുറയും. പക്ഷേ അതൊക്കെ നല്ലതാണ്. അതിനു മുമ്പ് നമ്മുടെ സ്കൂളുകളിൽ കൃത്യമായ രീതിയിൽ ലാബുകളും കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, കേരളത്തിൽ ഒരു കുട്ടിക്കും ഇത് കാരണം പ്രശ്നം ഉണ്ടാവരുത് എന്ന രീതിയിൽ നമ്മുടെ സംവിധാനങ്ങൾ ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഇത്തരം പരിഷ്കാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാത്ത പക്ഷം ഈ കുട്ടികളുടെ ഭാവിയാണ് അവതാളത്തിലാവുക. അപ്പം അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബൈ.